ചുള്ളാളത്തുള്ള ലത്തീഫിൻ്റെ അയൽവാസികൾ നാട്ടുകാർ ഒക്കെയാണ് ഇവരുടെ ഈ മരണത്തിന് ഞെട്ടലിലാണ് അവരൊക്കെ ഉള്ളത്. അവരൊക്കെ നമ്മളോട് സംസാരിക്കുന്ന അക്കാര്യങ്ങൾ തന്നെയാണ്. ലത്തീഫുമായി നല്ല അടുപ്പമുണ്ടായിരുന്നു. മറ്റു തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ആളുകളൊക്കെയായി ഇടപെടുകയും പള്ളിയിൽ ബാങ്കൊക്കെ വിളിക്കാൻ ഒക്കെ പോകുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ അറിയുന്ന ആളാണ്. ഈ മരണത്തിൻ്റെ ഞെട്ടലിലാണ്, കൊലപാതകത്തിൻ്റെ ഞെട്ടലിലാണ് നാട്ടുകാരൊക്കെ ഉള്ളത്. എങ്ങനെയാണ് നിങ്ങൾ ഈ വിവരം അറിയുന്നത്? ഒരു സുഹൃത്ത് പറഞ്ഞാണ് അറിഞ്ഞത്. ഞാനും പുള്ളിയും കൂടെ ബൈക്കിൽ ഇങ്ങോട്ട് വരായിരുന്നു. വന്ന ടൈമിലൊരു പോലീസ് വണ്ടി ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒരു ഈ പള്ളിയിലുള്ള ജമാത്തിലുള്ള ഒരു കമ്മിറ്റി മെമ്പർ വന്ന് ഈ മരണം പറയാൻ വേണ്ടിയിട്ട് വന്നു. അവിടെ മരണം നടന്നുള്ള കാര്യം പറയാമോ? അവിടുത്തെ മരണം പറയാൻ വേണ്ടി വന്നു. അപ്പോൾ ഇവർ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇങ്ങനെ മരണം പറയാൻ വേണ്ടിയിട്ട് വന്നു. വന്ന ടൈമിലാണ് ഈ സംഭവം അവിടെ നടക്കുന്നത്. അപ്പോൾ പോലീസ് ചോദിച്ചായിരുന്നു പുള്ളിയോട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു ആ മരണം പറയാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പോലീസ് വന്നു, ഗേറ്റ് അടച്ചു. ആരെയും അങ്ങോട്ട് പിന്നെ കടത്തി വിട്ടില്ല. ഈ നേരത്തെ നല്ല പരിചയമൊക്കെ ഉണ്ടായിരുന്നു ലത്തീഫിന് ഫാമിലി? അറിയാം. ദൂരി പോകുമ്പോഴേക്കും ഇവിടെ കാണും. പിന്നെ പള്ളിയിലെ സ്ഥിരം ആളാണ്, ബാങ്ക് വിളിക്കുന്ന ആളാണ്. എല്ലാ സമയത്തും പള്ളിയിൽ പോകുന്ന ആളാണ്. നേരത്തെ ഒരു കുടുംബത്തിലെന്തോ മരണം നടന്നിട്ടുണ്ട്. ആ സമയത്ത് അങ്ങനെ ഈ അഫാൻ എന്ന് പറഞ്ഞ പ്രതി വന്നതായിട്ട് അങ്ങനെ ഇല്ല. അത് പറ്റി വന്നപ്പോട്ടൊന്നും അറിയത്തില്ല. ഓർമ്മയില്ല. ഇല്ല. പുള്ളി മാത്രമേ. ബന്ധുക്കളൊക്കെ ഇവിടെ വരാറുണ്ടോ? അങ്ങനെ ആരെങ്കിലും കാണാറുണ്ടോ ഇവിടെ? ഇല്ല. അറിയത്തില്ല. എന്നാൽ ഇതാണ് സംഭവം. അതായത് ഈ വിഷയത്തിൽ ഇങ്ങനെ മറ്റൊരു സ്ഥലത്ത് ബന്ധുക്കൾ മരിച്ചു, അങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം ആ വിവരം അറിയിക്കാനാണ് ഈ നാട്ടുകാരൊക്കെ ഇങ്ങോട്ട് എത്തിയത്. പള്ളിയുമായി ബന്ധപ്പെട്ടൊക്കെ അറിഞ്ഞ വിവരങ്ങൾ പറയാനാണ് എത്തിയത്. അപ്പോഴാണ് പോലീസ് എത്തുന്നത്. പിന്നീട് ആ പോലീസ് ഈ റൂം തുറന്ന് നോക്കുകയും വീട് തുറന്ന് നോക്കുകയും ചെയ്യുന്നത്. അപ്പോഴാണ് ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ 2 മൃതദേഹങ്ങൾ കാണുന്നത്. ഈ അഫാൻ നേരത്തെ തന്നെ പോലീസിനോട് ഇക്കാര്യം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നാട്ടുകാർ ഈ അഫാൻ്റെ ഉമ്മയെയും അതുപോലെ തന്നെ ഈ പെൺസുഹൃത്തിനെയും ഒക്കെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, സഹോദരനെയും കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന കാര്യം അറിയിക്കാനാണ് എത്തിയത് എന്നാണ് അവർ പറയുന്നത്.